ഗൈസ്, സിംബൽ ഓഫ് വുഹാൻ എന്ന് ഗൂഗിളിൽ വെറുതെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ ആദ്യം വരുന്നത് കൊറോണ വൈറസ് എന്നല്ല, അത് യെല്ലോ ക്രെയിൻ ടവറാണ്. പക്ഷേ താഴെ കൊറോണ വൈറസിൻ്റെ ഒരു പടവും കാണിക്കുന്നുണ്ട്. ഇന്ന് നമ്മൾ വുഹാൻ്റെ ചരിത്രവും സംസ്കാരവും വിളിച്ചോതുന്ന വുഹാനിലെ ഒരു മസ്റ്റ് വിസിറ്റ് പ്ലേസായ യെല്ലോ ക്രെയിൻ ടവറാണ് കാണാൻ പോകുന്നത്. ഞാനിത് 2ാം തവണയാണ് ഇവിടേക്ക് വരുന്നത്. 2019 ആദ്യമായി ഞാൻ യെല്ലോ ക്രെയിൻ ടവർ സന്ദർശിച്ചത്. ഇവിടെ പടികളുടെ നടുവിലൂടെ മനോഹരമായി പൂച്ചെടികൾ നട്ടുപിടിപ്പിച്ചിരിക്കുന്നത് കാണാം. അകത്തേക്ക് കയറുമ്പോൾ ആദ്യം തന്നെ കാണുന്നത് ചരിത്രത്തിൻ്റെ ഒരു അവശേഷിപ്പാണ്. 1343 നിർമ്മിക്കപ്പെട്ട ഷെങ്ഷ്യാങ് പഗോഡ അഥവാ വൈറ്റ് പഗോഡ. വുഹാനിലെ സ്നേക്ക് ഹിൽ എന്നറിയപ്പെടുന്ന മലയിലാണ് നിലവിലെ യെല്ലോ ക്രെയിൻ ടവർ സ്ഥിതി ചെയ്യുന്നത്. AD 223 വുഹാനിൽ ആദ്യമായി യെല്ലോ ക്രെയിൻ ടവർ പണിയുന്നത്. എന്നാൽ പല സന്ദർഭങ്ങളിലായി 12 തവണയാണ് യെല്ലോ ക്രെയിൻ ടവർ നശിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. നിലവിൽ നമ്മൾ ഈ കാണുന്ന യെല്ലോ ക്രെയിൻ ടവർ സ്ഥാപിതമായത് 1985 മൊത്തം 6 നിലകളാണ് ടവറിനുള്ളത്. ഒറ്റ നോട്ടത്തിൽ യെല്ലോ ക്രെയിൻ ടവറിനെ കാണുമ്പോൾ പലരും ഇതൊരു ബുദ്ധിസ്റ്റ് ടെമ്പിൾ ആണോ എന്ന് തെറ്റിദ്ധരിക്കാറുണ്ട്. എന്നാൽ ശരിക്കും ഇതൊരു ബുദ്ധക്ഷേത്രമല്ല. യെല്ലോ ക്രെയിൻ ടവറിൻ്റെ ഇരുവശങ്ങളിലുമായി ഭംഗി ഒട്ടും ചോരാത്ത വിധം സഞ്ചാരികൾക്കായി 2 ചെറിയ വിശ്രമ കേന്ദ്രങ്ങളും പണിതിട്ടുണ്ട്. ടവറിന് മുന്നിലായി 2 കൊക്കുകൾ ഒരു ആമയുടെ പുറത്ത് ചവിട്ടി നിൽക്കുന്ന പ്രതിമയുണ്ട്. സൂക്ഷിച്ചു നോക്കിയാൽ ആമപ്പുറത്ത് ഒരു പാമ്പിനെയും കാണാം. കൊക്കുകൾ ചിറക് വിടർത്തി പറക്കാൻ തയ്യാറെടുക്കുന്നത് പോലെ പുറകിൽ യെല്ലോ ക്രെയിൻ ടവർ അതീവ സുന്ദരിയായി നിൽക്കുകയാണ്. നമുക്കിനി യെല്ലോ ക്രെയിൻ ടവറിൻ്റെ അകത്തേക്ക് പ്രവേശിക്കാം. ആദ്യത്തെ ഫ്ലോറിൽ വളരെ മനോഹരമായ ഒരു വലിയ പെയിൻറ്റിംഗ് കാണാം. 2ാം നിലയിൽ യെല്ലോ ക്രെയിൻ ടവറുമായി ബന്ധപ്പെട്ട കുറേ സാധനങ്ങൾ വിൽപ്പനയ്ക്കായി വച്ചിട്ടുണ്ട്. ടവറിൻ്റെ ചെറിയ മോഡലുകളും കീ ചെയിൻസും വാച്ചും റിബണും അങ്ങനെ നിരവധി സാധനങ്ങൾ. 3ാമത്തെ നില മുതലാണ് ബാൽക്കണി. യെല്ലോ ക്രെയിൻ ടവറിൻ്റെ പുറകുവശത്തെ ബാൽക്കണിയിൽ നിന്നുള്ള വ്യൂ ആണിത്. 3ാം നിലയിൽ ടവറിൻ്റെ ഒരു ആദ്യകാല മോഡലും ഡെമോൺസ്ട്രേറ്റ് ചെയ്തിട്ടുണ്ട്. 4ാം നിലയിലെ ബാൽക്കണിയിൽ 2 വലിയ ബൈനോക്കുലറുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. പണ്ടുകാലത്ത് യെല്ലോ ക്രെയിൻ ടവറിൻ്റെ പ്രാധാന്യം ഇവിടെ നിൽക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. ദൂരെയായി യാങ്സി റിവർ ഒഴുകുന്നുണ്ട്. നൈൽ നദിക്കും ആമസോൺ നദിക്കും ശേഷം ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ നദികളിൽ 3ാം സ്ഥാനമാണ് യാങ്സി റിവറിനുള്ളത്. യാങ്സി റിവറിന് കുറുകെയായി പണിതിട്ടുള്ള ഈ പാലമാണ് വുഹാൻ യാങ്സി റിവർ ബ്രിഡ്ജ്. യെല്ലോ ക്രെയിൻ ടവറിൻ്റെ പ്രവേശന കവാടവും മുറ്റവും എല്ലാം ഇവിടെ നിന്ന് നോക്കുമ്പോൾ കാണാൻ കൂടുതൽ മനോഹരമായിട്ടുണ്ട്. നമ്മൾ 5ാമത്തെ നിലയിലെ പുറകിലുള്ള ബാൽക്കണിയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഒരു വലിയ മണി കെട്ടിത്തൂക്കിയിരിക്കുന്നത് ഇവിടെ നിൽക്കുമ്പോൾ കാണാം. ദൂരെ യെല്ലോ ക്രെയിൻ ടവർ പാർക്കിൻ്റെ തന്നെ ഭാഗമായ മറ്റൊരു ചെറിയ ഗോപുരവും കാണാം. 6ാം നിലയിൽ നിന്ന് നോക്കുമ്പോൾ യാങ്സി നദിയെ കൂടുതൽ വ്യക്തമായി വീക്ഷിക്കാം. നദിക്ക് കുറുകെയായിട്ടുള്ള മറ്റൊരു പാലമാണിത്. ഇന്ന് അന്തരീക്ഷം ആകെ മൂടിക്കിടക്കുകയാണ്. പ്രഭാതം പൊട്ടി വിടരുന്നതേ ഉള്ളൂ എന്ന് തോന്നും. പക്ഷേ സമയം ഉച്ചയ്ക്ക് 2 മണിയാണെന്ന് ഓർക്കണം. സൂര്യപ്രകാശമുള്ള ഒരു ദിവസമായിരുന്നുവെങ്കിൽ നദിയും തീരവും അവിടുത്തെ കെട്ടിടങ്ങളുമെല്ലാം കുറച്ചുകൂടി വ്യക്തമായി കാണാമായിരുന്നു. ഞാൻ യെല്ലോ ക്രെയിൻ ടവറിൽ നിന്നും പുറത്തേക്കിറങ്ങി. ഇത് പുറകുവശമാണ്. ടവറിൻ്റെ പുറകുവശവും മുൻവശത്തിന് സമാനമായിട്ടാണ് പണിതിട്ടുള്ളത്. നമ്മളിനി നേരെ ബെല്ല് തൂക്കി നിർത്തിയിരിക്കുന്നിടത്തേക്കാണ് പോകുന്നത്. ബെല്ലിൻ്റെ താഴെയായി കുറേ നാണയങ്ങളും നോട്ടുകളും കാണാം. ഒരച്ഛനും മകനും കൂടി ബെല്ലിൽ ശക്തിയായി തട്ടി ശബ്ദമുണ്ടാക്കുകയാണ്. യെല്ലോ ക്രെയിൻ ടവറിൻ്റെ സൗന്ദര്യം കണ്ട് കൊതി തീരാത്തത് കൊണ്ടാണോ എന്നറിയില്ല, ഞാൻ ഒരുപാട് നേരം ടവറിലേക്ക് തന്നെ നോക്കി നിന്നുപോയി. കൂടെ കൊതി തീരുവോളം കുറച്ച് വിഷ്വൽസും. പിന്നെ ഞാനും യെല്ലോ ക്രെയിൻ ടവറുമായിട്ടുള്ള സെൽഫി മൊമെൻറ്റ്സ്. യെല്ലോ ക്രെയിൻ ടവറിൻ്റെ പുറത്ത് ധാരാളം വഴിയോര കച്ചവടക്കാർ സാധനങ്ങൾ വിൽക്കുന്നുണ്ടായിരുന്നു. ടവർ സന്ദർശിച്ചതിൻ്റെ ഓർമ്മയ്ക്കായി ഞാനും വാങ്ങി ഒരു ചെറിയ യെല്ലോ ക്രെയിൻ ടവർ. വൈകുന്നേരമായാൽ യെല്ലോ ക്രെയിൻ ടവറിൽ ലൈറ്റിങ്ങും ലേസർ ഷോസുമൊക്കെ ഉണ്ട്. അത് പുറത്തുനിന്നും കണ്ട് ആസ്വദിക്കുന്നതിനായി എന്നെപ്പോലെ നിരവധി ആൾക്കാർ ഇവിടെ തടിച്ചുകൂടിയിട്ടുണ്ട്. ഗൈസ്, ഞാനിപ്പോൾ നിൽക്കുന്നത് വുഹാൻ യാങ്സി റിവർ ബ്രിഡ്ജിലാണ്. ഇവിടെ നിന്നുമുള്ള രാത്രി കാഴ്ചകളുടെ മനോഹാരിത വർണ്ണനകൾക്കും അപ്പുറമാണ്. ടൂറിസത്തിൻ്റെ ഏതെല്ലാം സാധ്യതകൾ എങ്ങനെയൊക്കെ മികച്ചതാക്കാമെന്നും അതിലൂടെ ഒരു രാജ്യത്തിൻ്റെ പ്രൗഢി ലോകത്തിനു മുന്നിൽ ഉയർത്തിക്കാട്ടാമെന്നും ചൈന കാണിച്ചു തരുന്നു. വുഹാൻ യാങ്സി റിവർ ബ്രിഡ്ജിൽ നിന്നും നോക്കിയാൽ ദൂരെ ഒരു കെടാവിളക്ക് പോലെ ജ്വലിച്ചു നിൽക്കുന്ന യെല്ലോ ക്രെയിൻ ടവറും കാണാം.